ഹായ്. ഷെയ്ൻ നിഗം നായകനായി വന്ന ചിത്രങ്ങളാണ് ദൃഢവും ഭൂതകാലവും. അപ്പോൾ ഈ രണ്ട് സിനിമകളും തൻ്റെ ചെറുകഥകളെ ആസ്പദമാക്കിയും തൻ്റെ എഴുത്തുകൾ ആസ്പദമാക്കിയും കഥ മോഷ്ടിച്ച് ഉണ്ടാക്കിയെടുത്ത ചിത്രങ്ങളാണെന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് മുൻ DGPയും തിരുവനന്തപുരം കൗൺസിലറുമൊക്കെയായ ആർ ശ്രീരേഖ മാഡം. അപ്പോൾ ഈ ഭൂതകാലം എന്ന് പറയുന്ന ചിത്രം 2022 പുറത്തിറങ്ങുന്ന സിനിമയാണ്. രാഹുൽ സദാശിവൻ സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും ചെയ്ത ഒരു ചിത്രമാണിത്. അത് ഭൂതകാലം ചെയ്ത ഡയറക്ടറിന്റെ ആണെന്ന് തോന്നുന്നു, ബ്രഹ്മയുഗവും. അപ്പോൾ ഈ ഫിലിമിൽ ഷെയ്ൻ നിഗവും രേവതിയൊക്കെയാണ് മുൻനിര താരമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതിൽ രേവതിക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടുകയുണ്ടായി. അപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന സമയത്ത് പോലും ഇവർ ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ കഥയാണെന്നോ അല്ലെങ്കിൽ തൻ്റെ എഴുത്തുകളെ വെച്ചിട്ടാണെന്നോ ഉള്ളൊരു ഒന്നും അവർ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് അവർ ഈ പറയുന്നത്. അതിനുശേഷം ഈ ദൃഢ ഇറങ്ങിയപ്പോഴും അതിന് പറയുന്നത് എന്താ, കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് അവരൊരു കഥ പോലെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ വെച്ച് ആസ്പദമാക്കിയാണ് ദൃഢം എന്ന് പറയുന്ന സിനിമ എടുത്തിട്ടുള്ളതെന്ന്. പക്ഷേ ഇവർ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ആ കഥ എടുത്ത് നോക്കി. പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ദൃഢം എന്ന് പറയുന്നത് വേറൊരു സിനിമയാണ്, ഇത് വേറൊരു സിനിമയാണ്. ചിലപ്പോൾ മാഡത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു രീതി അല്ലെങ്കിൽ എൻ്റെ കഥയിൽ നിന്നായിരിക്കാം അവർക്കൊരു ആശയം കിട്ടിയത് എന്നൊരു രീതി അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അത് സത്യമായിക്കോട്ടെ. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചിന്ത വന്നുകൂടായികയില്ലല്ലോ. ഇപ്പോൾ ഇറങ്ങിയതാ മോളിവുഡ് ടൈംസ് നസ്ലിൻ്റെ പടം. ആ സിനിമയെ തന്നെ പറയുന്നത് നസ്ലിൻ ഒരു സംവിധായകനാകാൻ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലാണല്ലോ സിനിമ വന്നിട്ട്. അപ്പോൾ സംവിധായകൻ ആകാനായിട്ട് അവനൊരു ചിത്രം ചെയ്യുമ്പോൾ അതേ ക്ലൈമാക്സിൽ തൊട്ടടുത്ത തിയേറ്ററിൽ ഒരു പടം വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്താ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഒരാളുടെ മനസ്സിലുള്ള ആശയം വേറൊരാൾക്ക് വന്നുകൂടായികയില്ലല്ലോ. അപ്പോൾ മാഡത്തിന് അങ്ങനെ ഒരു തോന്നൽ വന്നതായിരിക്കാം, കാരണം എൻ്റെ കഥ വെച്ചിട്ടായിരിക്കാം ആ ഒരു ആശയം വന്നതെന്ന്. പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം കണ്ടപ്പോഴും എനിക്ക് ആ ഒരു ഫീൽ വന്നിട്ടില്ല. ഇപ്പോൾ ദൃഢത്തിൻ്റെ സംവിധായകനെ ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ വെച്ചല്ല അല്ലെങ്കിൽ അതിൽ നിന്നൊരു കോപ്പിയടിയല്ല ദൃഢം എന്ന് പറയുന്ന സിനിമ. 2 ദിവസം മുന്നാണ് ഞാൻ ദൃഢം എന്ന് പറയുന്ന സിനിമ കണ്ടത് തന്നെ. അതിൻ്റെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കഥയൊക്കെ കൊള്ളാം, പക്ഷേ അതിലെ സംഭാഷണ രീതികളും അല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥന് കീഴുദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത് അതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതൊരു നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ ക്ലൈമാക്സ് സൂപ്പറായിരുന്നു. ആ ക്ലൈമാക്സിനാണ് ആ സിനിമയ്ക്ക് കയ്യടി കൊടുക്കേണ്ടത്. ക്ലൈമാക്സ് ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു. അതൊരു നല്ല ഒരു പടമായിരുന്നു. പക്ഷേ ശ്രീരേഖ മാഡം ഇപ്പോൾ പറയുന്നത് എന്ത് വെച്ചാണ് ഇങ്ങനെ ഒരു പറച്ചിൽ പറയുന്നതെന്ന് അറിയില്ല. കാരണം 2 പടവും ഷെയ്ൻ നിഗത്തിൻ്റെ പടങ്ങളാണ്. അപ്പോൾ ഈ പയ്യനെ പറവ എന്ന സിനിമ മുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഈ ദൃഢം എന്ന സിനിമ പോലീസ് വേഷത്തിലായതുകൊണ്ട് ഒരു പോലീസ് കഥ ആയതുകൊണ്ട് കണ്ടതാണെന്നും ഈ പോലീസ് വേഷം കണ്ടപ്പോൾ തൻ്റെ കൂടെ ജോലി ഉണ്ടായിരുന്ന ഒരു പയ്യനെയാണ് അവർക്ക് ഓർമ്മ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇവരുടെ കഥ മോഷ്ടിച്ചു എന്ന് പറയുന്നതിൽ മാത്രം എനിക്കൊരു എതിർപ്പ് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു. കാരണം അവരുടെ പടത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ എഴുത്തിൽ നിന്ന് ഒരു മോഷണവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊരു ഹൊറർ സബ്ജക്റ്റ്, ഇത് ഒരു പോലീസ് കഥ. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുള്ളതിൽ വെച്ച് ചിലപ്പോൾ അങ്ങനെ അവർക്കൊരു തോന്നലുണ്ടായി മാത്രമായിരിക്കാം. ഈ ഭൂതകാലത്തിൻ്റെ ടൈറ്റിൽ പോലും അവരെ നടിച്ചു മാറ്റിയ ടൈറ്റിലാണെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം അങ്ങനെ കോപ്പിയടി സംഭവം ആണെങ്കിൽ അവർ ടൈറ്റിലെങ്കിലും വ്യത്യാസം വരാതിരിക്കുമോ? അല്ല, ഒരു കോപ്പി അടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു പേരോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു ഇതെങ്കിലും കൊടുക്കും. കാരണം ഇവർ പറയുന്നത് എന്താ, ഭൂതകാലത്തിന് അവർ ഭൂതഭവനം എന്ന രീതിക്കാണ് അവർ ടൈറ്റിൽ വെച്ചിട്ടുണ്ടത്. അപ്പോൾ അതിനോട് സാമ്യം തോന്നുന്ന പേര് പോലുമാണ് അവർ കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ അത് എന്തായാലും ഒരു ഡയറക്ടർ അങ്ങനെ കോപ്പി അടിക്കുകയാണെങ്കിൽ അവരിൽ നിന്നായിട്ടുള്ള ഒന്നും തന്നെ ഉപയോഗിക്കില്ല. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അവരുടെ തോന്നൽ മാത്രമായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു കോപ്പിയടി അല്ലെങ്കിൽ കോപ്പി അടിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു നിങ്ങൾക്ക് തോന്നിയതായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇത് ഷൈൻ നിഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതിലെ സംവിധായകരെയോ അല്ലെങ്കിൽ എഴുത്തുകാരുടെയോ ഉള്ള ഒരു കോപ്പി അടിച്ചതല്ല. അവരുടെ മനസ്സുകളിൽ തോന്നുന്ന ഓരോ കാര്യങ്ങളാണ് അവർ എഴുതുന്നത്.
അപ്പോൾ എഴുത്തുകാർക്ക് അങ്ങനെയാണല്ലോ, അവർ ഒരുപാട് വായിക്കുന്നവരാണ്, ഒരുപാട് സംസാരിക്കുന്നവരാണ്, കഥകൾ ഒരുപാട് കേൾക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ച് എഴുതുന്നവരാണ് ഓരോ കഥകളും. ഒരാൾക്ക് തോന്നുന്ന ഒരാശയം മറ്റൊരാൾക്ക് തോന്നാതിരിക്കില്ലല്ലോ. ഇപ്പോൾ ഇന്ന് എനിക്കൊരു ആശയം തോന്നി, അത് ചിലപ്പോൾ നാളെ എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ആ ഒരാശയം തോന്നിക്കൂടായികയില്ലല്ലോ. അപ്പോൾ എഴുത്തുകളിലൊക്കെ അങ്ങനെയൊക്കെ വരും. അത് കോപ്പിയടി അല്ല. മാഡം അത് മനസ്സിലാക്കുക. അവരുടെ ആ ഒരു രീതി. അതിൻ്റെ സംവിധായകൻ ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, ദൃഢം എന്ന സിനിമയുടെ സംവിധായകൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കരിങ്കുടി പോലീസ് സ്റ്റേഷനായിട്ട് ഇവർക്ക് ആ ഒരു ഇതിൽ കോപ്പി അടിച്ചതോ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഡം അത് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ.